ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഞാൻ കോളേജിലാട്ടോ. കുറേ പേര് കമൻ്റൊക്കെ ഇട്ടേക്കുന്നുണ്ട്, ശ്രീകുട്ടൻ എന്ത് പറയണു, സുഖമായിട്ടിരിക്കുന്നോ എന്നൊക്കെ. കുഴപ്പമില്ല. കണ്ടിട്ട് എന്ത് തോന്നുന്നു, ചെറുതായിട്ട് ക്ഷീണിച്ചു. കുറേ ദൂരം നടക്കാനൊക്കെ ഉണ്ട്. ക്യാമ്പസിട്ട് കുറച്ച് ദൂരമുണ്ട്. പിന്നെ സെക്കൻഡ് ഫ്ലോറാണ്, ലിഫ്റ്റ് ഉണ്ട്. എന്നാലും കൂടുതൽ സ്റ്റെപ്പ് കയറുന്നതുകൊണ്ടൊക്കെ ചെറിയൊരു ക്ഷീണമുണ്ട്. പിന്നെ ഇടയ്ക്ക് ജലദോഷം പിടിച്ചായിരുന്നു, പനി പിടിച്ചു. ഒരു 2-3 ദിവസം സൗണ്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ കുറച്ച് ശോകമൊക്കെ ആയിരുന്നു. പിന്നെ ഓക്കെ ആയി കേട്ടോ. ഹോസ്പിറ്റലൊന്നും പോയില്ല. നമ്മൾ സ്വന്തമായിട്ട് തന്നെ വീട്ടിൽ നിന്ന് കുറേ മരുന്നായിട്ടാണല്ലോ വന്നത്, അതെല്ലാം കഴിച്ച് ഓക്കെ ആയി. പിന്നെ കൂട്ടുകാരൊക്കെ ഉണ്ട്, കോട്ടയംകാരുണ്ട്, നമ്മുടെ ഉപ്പറക്കാരുണ്ട് എൻ്റെ കൂടെ. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ക്യാൻറ്റീനുണ്ട് തൊട്ടടുത്ത്. വൈകിട്ട് മെസ്സിൽ ചായ ഉണ്ട്. അതൊരു 4:45 തൊട്ട് 5:30 വരെ. എൻ്റെ ഒരു കൂട്ടുകാരൻ വരാമെന്ന് പറഞ്ഞിരുന്നു, അവനെ കണ്ടില്ല. 4:45 തൊട്ട് 5:30 വരെ ചായ ഉണ്ട്. ഇതാണ് എൻ്റെ ക്യാമ്പസ്. ഇതിൻ്റെ അകത്താണ് കേട്ടോ എൻ്റെ ക്ലാസ്സൊക്കെ. ഇത് ഗേൾസിൻ്റെ ഹോസ്റ്റലാണ് ഈ സൈഡിൽ. ആ സൈഡിൽ ജെഎൻഎമ്മുകാരും BSCക്കാരൊക്കെ. സൈഡ് ഒതുങ്ങി പോകണം, ഇഷ്ടംപോലെ വണ്ടി വരുന്നുണ്ട്. കുറച്ച് പേർക്ക് കോളേജിൻ്റെ പേര് പറയേണ്ട കാര്യമില്ല, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. ഞാൻ 2-3 വീഡിയോയിൽ പറഞ്ഞായിരുന്നു. 4:45 ചായ കുടിക്കാൻ പോകണം. അതിനിപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് നടന്നിട്ട് തിരിച്ച് പോയി കയറണം ഹോസ്റ്റലിൽ. ക്യാൻറ്റീൻ കേട്ടോ. ഇതൊരു ചെറിയ സ്റ്റേഡിയമാണ്. ഇവിടെ ഡെയിലി മാച്ചൊക്കെ നടക്കുന്ന. ഇന്നിപ്പം ഇല്ല കണ്ടോ. ഇവിടെ നമുക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാം. വന്ന് ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് കൂട്ടുകാരായിട്ട് ഇവിടെ ഇരിക്കാം. നല്ല രസം അവിടെ കാണാൻ. ഇതാട്ടെ ക്യാമ്പസ്. എന്താ ചെടിയെല്ലാം പൂത്ത് നിൽക്കുന്നുണ്ട്. എന്നെ രസം നോക്കി, അടിപൊളിയല്ലേ. കുറേ 2 സൈഡിലും ഗാർഡൻ പോലെ തന്നെ കേട്ടോ. കുറേ ചെടിയെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതുണ്ട്, പെയിൻ്റൊക്കെ അടിച്ച്. ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റേഡിയം. എൻ്റെ ഹോസ്റ്റലാട്ടോ ആ കാണുന്ന ബിൽഡിങ്, വലിയ ബിൽഡിങ്, ഏറ്റവും അങ്ങ സൈഡിൽ. കോളേജിൻ്റെ സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. ബോയ്സിനും ഉണ്ട് ഗേൾസിനും ഉണ്ട്. ഇതിൻ്റെ മണ്ടേ തന്നെ ജിമ്മും ഉണ്ട് ബോയ്സിന്. ബോയ്സിനും ഗേൾസിനും. അല്ലാതെ നമ്മുടെ ഹോസ്റ്റലിന് അവിടെ ഒരു ജിമ്മുണ്ട് ബോയ്സിന്. ഫുള്ളി പന പോലത്തെ ചെടികൾ വെച്ചേക്കുക. ഇപ്പം ഞാൻ എവിടെ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അജി എന്ന് പറഞ്ഞിട്ട്, പുള്ളിക്കാരനെ കാണാൻ വേണ്ടി പോകാം കേട്ടോ. ഫ്രണ്ട്സെല്ലാം ഇന്ന് ലീവ് ആയതുകൊണ്ട് കിടന്ന് ഉറങ്ങുക. ഞാൻ രാവിലെ എണീറ്റപ്പോൾ ലേറ്റായി. ഫുഡൊന്നും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കേരള ഫുഡ് കിട്ടുന്നുണ്ട്. ഉച്ചയ്ക്ക് കേരള റൈസ് ഉണ്ട്, വൈകിട്ട് കേരള റൈസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫുഡും കാര്യങ്ങളെല്ലാം എടുത്ത് കഴിക്കാം. പിന്നെ ചപ്പാത്തി ഉണ്ട്, പൂരിയുണ്ട്. അങ്ങനെ ഫുഡ് ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നില്ല. ചില ദിവസം ചെറിയൊരു വയറുവേദനയൊക്കെ ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. അങ്ങനെ മറ്റ് കോളേജ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഫുഡാണ്. ആടും നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും എല്ലാം മിസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പള്ളിപ്പെരുന്നാൾ എല്ലാം മിസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഉപ്പറപ്പള്ളിയിൽ പെരുന്നാളാണെന്നൊക്കെ അറിഞ്ഞ് അമ്മയപ്പയെ വിളിച്ചു പറഞ്ഞു. അതെല്ലാം ഒരുപാട് മിസ് ചെയ്യും. ക്രിസ്മസിനാണേലും കുറച്ച് ദിവസം കണ്ട ലീവ് ഉള്ളൂ. ക്രിസ്മസിന് ലീവുണ്ട്, എത്ര ദിവസം കാണുമെന്ന് അറിയത്തില്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ട്രാവൽ തന്നെ ഏകദേശം 2 ദിവസം വരുമല്ലോ. അങ്ങോട്ടൊരു ദിവസം ഇങ്ങോട്ടൊരു ദിവസം, പിന്നെ ക്ഷീണവും. അതുകൊണ്ട് ഒരു 3-4 ദിവസമൊക്കെ ഉള്ളതിൽ ഞാൻ വരണമില്ലെന്ന് ഓർത്തുകൊണ്ട് തന്നെ ഇരിക്കണം. ഒരു 5-6 ദിവസത്തിൽ കൂടുതലുണ്ടെങ്കിലും ലീവിന് വരുന്നുള്ളൂ, ഇല്ല ലീവിന് വരണമില്ല. എന്തിന്, ഇവിടെ തന്നെ നിൽക്കത്തില്ലേ. ഞാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പാണേലും വന്നിട്ട് ഒരാഴ്ച ഇവിടെ നിന്നുകൊണ്ട് എനിക്കിവിടെ ഇഷ്ടപ്പെട്ടു. ഈ കാണുന്ന ബിൽഡിംഗ് ആട്ടോ ഞങ്ങളുടെ മെഡിക്കൽ കോളേജ്. ഞങ്ങൾക്ക് പ്രാക്ടിക്കലും അനാട്ടമി ക്ലാസ്സും ഫിസിയോളജി ക്ലാസ്സും മൈക്രോബയോളജിയൊക്കെ അതിനുള്ളിലാണ്. അപ്പോൾ ഞങ്ങൾ നടന്നു വരും ഇവിടെ വരെ. നല്ല രസമാണ്. ജസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. അനാട്ടമി, മൈക്രോബയോളജി, ഫിസിയോളജിയൊക്കെ ജസ്റ്റ് ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞു. നല്ല രസമുണ്ട്. ഒരു ദിവസം അനാട്ടമി ക്ലാസ്സിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് കുറച്ച് ഡെഡ് ബോഡീസും കാര്യങ്ങളെല്ലാം കാണിച്ചു. പ്രായമായവരുടെയും ചെറുപ്പക്കാരുടെയൊക്കെ കാണിച്ചു. ആദ്യം കണ്ടപ്പോൾ ഒരു ചെറിയ പേടിയും, പിന്നെ അത് ഒരു സ്മെല്ലുണ്ടല്ലോ, അതൊന്നും പിടിച്ചില്ല നമ്മൾ. അപ്പം പറഞ്ഞു, പഠിപ്പിക്കുന്ന മാം പറഞ്ഞു, ആരും മൂക്ക് കുത്തൊന്നും വേണ്ട, നിങ്ങളിത് പഠിക്കാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് മനസ്സിന് സ്വന്തമായിട്ടൊരു ധൈര്യമൊക്കെ സംഭരിച്ച് അങ്ങ് പോയി. പക്ഷെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. പിന്നെ ഇനിയെല്ലാം കാണണം, നമ്മൾ ഇതിൽ വന്നു പോയല്ലോ. കുഴപ്പമില്ല. എനിക്കിപ്പോൾ ഈ ഒരു ഫീൽഡോട് ഇത്തിരി കൊണ്ട് ഇഷ്ടം, സ്നേഹമൊക്കെ തോന്നുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ആൾക്കാർ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് പോകുന്നു കൂടുതൽ. പിന്നെ എല്ലാ ടീച്ചേഴ്സും പറയുന്നുണ്ട് പേഷ്യൻസിനെ നല്ല രീതിയിൽ കെയർ ചെയ്യാൻ പറ്റും, നല്ല ഫീൽഡാണ്, ഈ ഫീൽഡ് ചൂസ് ചെയ്തതിന് നല്ലതാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു മോട്ടിവേഷൻ പോലെ ഒക്കെ തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഡിഗ്രിക്ക് പോയത് തന്നെ ചേച്ചി അന്ന് എന്നോട് പറഞ്ഞാൽ നേഴ്സിങ്ങിന് പോടാന്നാണ്. അപ്പോൾ എനിക്ക് ഈ ബ്ലഡും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ പിന്നെ
ഫാമിലി ഉള്ളവരാണെങ്കിലും കുറച്ച് പേരൊക്കെ പറയുമല്ലോ, എടാ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു മടി തോന്നും. അങ്ങനെയാണ് ഞാൻ അന്ന് ഡിഗ്രിക്ക് പോയത്. അന്നേ ഞാനിവിടെ വരുമെന്ന് ഞാൻ ഇപ്പം പാസ് ഔട്ടായി പോയേനെ. പിന്നെ കോട്ടയംകാരാണ് കൂടുതലും. കോട്ടയംകാരുണ്ട്, ഇടുക്കിക്കാരുണ്ട്. ഇടുക്കിക്കാർ കട്ടപ്പനക്കാർ തന്നെ ഞങ്ങൾ 3 പേരുണ്ട് ഞങ്ങൾ ക്ലാസ്സിൽ. ഉപ്പറക്കാർ 2 പേരുണ്ട്, കട്ടപ്പനക്കാർ ഒരാളുണ്ട്. പിന്നെ BSc 2 പേരുണ്ട്. ഒരുപാട് പിള്ളേരുണ്ട് കേട്ടോ. BScക്കാർക്ക് 13-ാം തീയതി തൊട്ട് ലീവ് അനുവദിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും മിസ്സിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ അമ്മയായിട്ട് വഴക്കിടാൻ പറ്റുന്നില്ല. അതൊരു മേജർ മിസ്സിങ് ആണ്. എല്ലാം ഞാനും മോളമ്മ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പിരിയല്ലോ. പിന്നെ രാവിലെ ക്യാൻറ്റീനിൽ നിന്ന് ചെറിയ ഗ്ലാസ്സിനാണ് നമുക്ക് ചായ കിട്ടുന്നത്. അത് നമുക്ക് എത്ര കുടിച്ചാലും തികയണില്ല. വീട്ടിൽ അമ്മ ബൂസ്റ്റൊക്കെ കലക്കി വലിയ കപ്പിനകത്ത് ചായ തരും. പിന്നെ മിസ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാളക്കുട്ടിയായിട്ട് വഴക്കിടാൻ പറ്റുന്നില്ല. ഹോസ്റ്റലിൽ കൂട്ടുകാരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോമഡിയൊക്കെ പറഞ്ഞ് ചിരിച്ച് അങ്ങനെ പോവും. പക്ഷേ കൊച്ചുമായിട്ടുള്ള വഴക്കിടയിൽ വേറൊരു ഇതല്ലേ. പിന്നെ പപ്പാനെ ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അത്യാവശ്യം ഓർഡർ വരുന്ന കാര്യങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിങ്ങനെ ഫോണും പിടിച്ച് വീഡിയോ എടുക്കുമ്പോൾ ഇതിലേ പോകുന്നവരിങ്ങനെ നോക്കുന്നു. ഇവിടെ ഒരു ചെറിയൊരു വരാന്ത പോലെ ഉണ്ട്. അതിലേ ഇങ്ങനെ ആൾക്കാർ നടക്കും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വന്നു. ഓള് നാട്ടിൽ പോവാണ്. അപ്പോൾ അവളോട് ഇച്ചിരി വർത്താനം പറയാനൊക്കെ വേണ്ടി ഓടിപ്പോയി കേട്ടോ. കുഴപ്പമില്ല, വീട് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്, സേറക്കുട്ടിയെ മിസ് ചെയ്യുന്നുണ്ട്. പപ്പ പറയുന്നുണ്ട് അവൾ ഞാൻ ഇല്ലാത്തതുകൊണ്ടൊക്കെ കുറച്ച് അനുസരിക്കാൻ മടി കാണിക്കുന്നുണ്ട്. പിന്നെ ഫുഡ് കൊടുത്താൽ ഇച്ചിരി കഴിക്കാനൊക്കെ മടിയാണ്, ഇടയ്ക്ക് എന്നെ തപ്പി നടക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് വീട്ടിൽ നിന്ന് വിളിക്കുമ്പോഴേ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സങ്കടമുണ്ട്. പിന്നെ കുഴപ്പമില്ല, ടീച്ചേഴ്സ് മലയാളീസ് ആരുമില്ല. കൂടുതലും ക്ലാസ്സിൽ ഇംഗ്ലീഷും കന്നഡ തന്നെയാണ് യൂസ് ചെയ്യണത്. പിന്നെ BScക്കാണെങ്കിലും GNM-നാണെങ്കിലും ഇവിടെ ഞാൻ പഠിക്കുന്ന കോളേജിൽ അഡ്മിഷൻ ഉണ്ട്. കുറച്ച് പിള്ളേരൊക്കെ മറ്റേ ടെസ്റ്റ് എഴുതിയിട്ട് കിട്ടാതെ ഇപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുന്ന പിള്ളേരുണ്ട്. പിന്നെ എന്നിട്ട് അടുത്ത വർഷം ഇനി പഠിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിള്ളേരുണ്ട്. ഒരു വർഷം കളയണ്ട, ഇനിയും മെഡിക്കൽ കോളേജിലും മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ 1-2 സീറ്റൊക്കെ വരുന്നുണ്ട് ബാലൻസ്. അപ്പോൾ അന്വേഷിക്കുക. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും നേഴ്സിങ്ങിന് BSc നേഴ്സിങ്ങിനോ അല്ലെ മറ്റേതെങ്കിലും അലൈഡ് കോഴ്സ്, അതായത് റെസ്പിറേറ്ററി, അനസ്തേഷ്യ, അങ്ങനെ ഏതെങ്കിലും കോഴ്സ് ചേരാൻ താല്പര്യം ഉണ്ടെങ്കിലും ഇപ്പം ഞാൻ പഠിക്കുന്ന കോളേജിൽ വേക്കൻസി ഉണ്ട്, അഡ്മിഷൻ നടക്കുന്നുണ്ട് ഇപ്പോൾ. ഏകദേശം ഇവിടെ ഒരു കുറച്ച് സീറ്റ് ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ഇടുക, അല്ലെ നമ്മുടെ യൂട്യൂബിൻ്റെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ സീറ്റ് വേണമെങ്കിൽ നമുക്ക് സെറ്റാക്കി തരാം കേട്ടോ. ഞാൻ 2 പിള്ളേർക്ക് ഇവിടെ സീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല കേട്ടോ, ഫുഡും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. എന്നെ വിശ്വസിച്ചാണ് വന്നത്. അപ്പം നമുക്ക് പറയാമല്ലോ. അപ്പം ഞാൻ വന്നിട്ട് തന്നെ 10-20 ദിവസമായി. ഇതുവരെ എനിക്ക് ഫുഡ് വലിയ ഇതായിട്ട് തോന്നിയിട്ടില്ല. എന്നാലും ഞാൻ ഇടയ്ക്ക് പുറത്തുനിന്ന് കഴിക്കും. ആഴ്ച ഒരു ദിവസം കൂട്ടുകാരോ കൂടെ പോയി വല്ല ബിരിയാണിയോ മന്തിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. പിന്നെ നമുക്ക് ഒട്ടും പിടിക്കുന്നില്ലേ മാത്രമേ പുറത്തുനിന്ന് കഴിക്കുള്ളൂ. കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ആകണം. ഇപ്പോൾ ഏത് കോളേജിൽ പോയാലും നമ്മൾ അഡ്ജസ്റ്റ് ആകണം, അല്ലാതെ വേറെ നിവൃത്തിയില്ല നമുക്ക്. ഇപ്പം മലയാള ഫുഡാന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിലെ ടേസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടുകയില്ല. എന്നെ കാണിച്ചെന്ന് പറഞ്ഞാൽ കിട്ടുകയില്ല. അപ്പം നമ്മൾ കിട്ടുന്ന കറി കൂട്ടി കഴിക്കുക എന്നേ ഉള്ളൂ. പപ്പടമുണ്ട്, സാമ്പാറുണ്ട്, പയർമെഴുക്കോട്ടി, നല്ല സൂപ്പർ പയർമെഴുക്കോട്ടിയൊക്കെ ഉച്ചയ്ക്ക് കിട്ടുന്ന കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ, എന്നെ സംബന്ധിച്ച് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നല്ല രീതിയുണ്ട്. 3 വർഷം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പെട്ടെന്ന് പറിച്ച് നട്ടപ്പത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഓരോരോ കാര്യങ്ങൾ ചെയ്യാനാണേലും നല്ല പാടുണ്ട്. പിന്നെ ഇത്രയും നാൾ ഒന്നും അറിയണ്ടായിരുന്നു. അലമാരി തുറക്കുക, എടുത്തിടുക, എങ്ങോട്ടെങ്കിലും പോവുക, വരിക, ഊരിയിടുക, അത്ര ഉള്ളായിരുന്നു. ഇപ്പം തുണി അലക്കാൻ പഠിച്ചു, തുണി തേക്കാൻ പഠിച്ചു. മുളമ ഇതെല്ലാം കേൾക്കണം കേട്ടോ. മുളമേനെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് മുളമേനെ മിസ് ചെയ്യുന്നത് ശരിക്കും. മാളക്കുട്ടി ഒന്നും ചെയ്തു തരില്ല, അവൾ മടിച്ചാണ് എന്ന് പറഞ്ഞാലും അമ്മ കറക്റ്റ് ടൈമിൽ ഷർട്ടൊക്കെ തേച്ച് അയൺ ചെയ്ത് സെറ്റാക്കി വെക്കുമായിരുന്നു. ഇവിടെ രാവിലെ 8 മണിക്ക് എണ്ണീറ്റിട്ട് 9 മണി ക്ലാസ് തുടങ്ങും. 8 മണിക്ക് എണ്ണീറ്റിട്ട് നോക്കുമ്പോൾ ഷർട്ട് ചുളുങ്ങിയിരിക്കും. പെട്ടെന്ന് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നിട്ട് ഡ്രസ്സ് എടുത്ത് അയൺ ചെയ്ത് ഇട്ടിട്ട് പോകുമ്പോഴത്തേന് 9 മണി. അതിലും ഏറ്റവും വലിയ വള്ളി എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ പിടിച്ച് ക്ലാസ് ലീഡറാക്കി. ഫസ്റ്റ് ടൈം അല്ലേ, എന്നേലും തേങ്ങ അറിയോ. അതുമല്ല ലാംഗ്വേജ് വിഷയം. ഇംഗ്ലീഷ് അങ്ങനെ ഫ്ലുവൻ്റായിട്ട് പക്കയായിട്ട് പറയാനൊന്നും നമുക്കറിയില്ല. അത്യാവശ്യം പറയുന്ന മനസ്സിലാകും, ജസ്റ്റ് തപ്പി ആണെങ്കിലും തിരിച്ച് പറയും. പക്ഷേ 3 വർഷം കൊണ്ട് ഇംഗ്ലീഷ് പക്കയായിട്ട് നമ്മൾ പഠിക്കും കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പഠിക്കും, കന്നഡ പഠിക്കും, പിന്നെ ഹിന്ദി പഠിക്കും. 3 വർഷം കൊണ്ട് അത് പഠിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ബാംഗ്ലൂർ അഡ്മിഷൻ എടുത്തത്, ലാംഗ്വേജ് പക്കയാക്കാൻ വേണ്ടി. പിന്നെ പറയേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ക്ലാസ് ലീഡർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ സബ്ജക്റ്റ്, അനാട്ടമിക്കും ഫിസിയോളജിക്കും മൈക്രോബയോളജിക്കൊക്കെ മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ അവിടുത്തെ മാമിൻ്റെ സൈനും
ഏതൊക്കെ ടോപ്പിക്ക് പഠിപ്പിച്ചെന്നുള്ളതും പിള്ളേരുടെ അറ്റൻഡൻസ് ഒക്കെ നമ്മൾ വേണം എടുക്കാൻ. അതുപോലെ തന്നെ ക്ലാസ്സിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സ്റ്റുഡൻസ് നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ വേണം ടീച്ചറോട് ഇൻഫോം ചെയ്യാം. അങ്ങനെ അത് ഇച്ചിരി വള്ളി പിടിച്ച പരിപാടിയാണ്. അതെന്ന് വെച്ചാൽ എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്കൊരു ചെറുതായിട്ട് പണിതാണ്. ആർക്കെങ്കിലും താല്പര്യമാണെന്ന് ചോദിച്ചു മിസ് അവൻ എൻ്റെ പേര് ഉറക്കെ പറഞ്ഞു. അപ്പോൾ മിസ് എന്നെ ഇങ്ങനെ പോയി. ഒരു 2-3 പേര് ആയി കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് അവരോട് ചോദിച്ചൊക്കെ ചെയ്യാം. ഇത് ആദ്യത്തെ വട്ടമായതുകൊണ്ട് വള്ളിയാണ്, എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. ഇപ്പം 4-5 ദിവസമായി, കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നു കേട്ടോ. പിന്നെ ഇത് നല്ലൊരു സ്ഥലമാണ്. ഇവിടെ അത്യാവശ്യം ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാം കേട്ടോ. പിള്ളേർക്ക് റെസ്റ്റ് എടുക്കാനും പഠിക്കാനെല്ലാം നല്ലൊരു ആംബിയൻസ് ഉള്ള ക്യാമ്പസാണ്. ഇഷ്ടംപോലെ സ്ഥലവും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഈ വീഡിയോ മാൾക്കുട്ടിയായിരിക്കും എഡിറ്റ് ചെയ്യുന്നത്. എനിക്ക് വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ ഇതുവരെ സമയം കിട്ടിയില്ല. ഇന്നൊരു ദിവസം ലീവ് കിട്ടിയോണ്ടാണ് ഞാൻ ഇത്തിരി വീഡിയോ എടുത്തത്. എന്നും ഓർക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കണമെന്ന്. ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ മടുപ്പ്, അപ്പം പിന്നെ കിടന്നുറങ്ങും, നമ്മൾ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പോവില്ല. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. പറ്റുന്ന പോലെ ഇടയ്ക്കൊക്കെ വീഡിയോ എടുത്ത് തരാം. പിന്നെ ക്രിസ്മസിൻ്റെ ലീവ് കറക്റ്റ് ഡേറ്റ് കിട്ടിയിട്ടില്ല. ലീവ് 10-12 ദിവസമൊക്കെ കിട്ടുവാണെങ്കിൽ നാട്ടിൽ വരുമ്പം നമുക്ക് അടിച്ച് പൊളിക്കാം. ചിലപ്പോഴാണെങ്കിൽ ചേച്ചി എടുക്കാൻ പോകണമെന്നൊക്കെ ചെറിയ പ്ലാൻ ഉണ്ട്. എങ്ങനെ ആവുമെന്നൊന്നും അറിയത്തില്ല. ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ട് നിനക്ക് ഫ്രീ ആണോ, ഡ്യൂട്ടിയൊക്കെ നോക്കിയിട്ട് ചിലപ്പോഴാണെങ്കിൽ ചേച്ചി എടുക്കോട്ട് പോവും. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ, ടാറ്റ, സീ യു. അച്ഛമ്മ കയറി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് അച്ഛമ്മ മഴ കാരണം ഇങ്ങോട്ട് കയറി വരുന്നില്ലായിരുന്നു. പിന്നെ ചെറിയ പനിക്കോളും ഒക്കെ ഉണ്ടായിരുന്നു അച്ഛമ്മയ്ക്ക്, ചുമയും പനിയൊക്കെ. അതൊക്കെ മാറി കയറി വന്നതാണിന്ന്. എന്നാണ്ട് പിന്നെ വിശേഷമൊക്കെ? ഇന്നൊന്ന് കയറി വന്നതാണ്. മകനെ ഒന്ന് കാണണം തോന്നി. നിങ്ങളെ എല്ലാവരും ഒന്ന് കാണണം തോന്നി. അറിയാൻ പോകുന്നു. ഭയങ്കര ചുമയായിട്ട് മാസത്തോട് ഇരുന്നേ. മരുന്ന് കുടിച്ച് കുറഞ്ഞു. കുറവുണ്ടല്ലേ? മാളക്കുട്ടി എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഇരിക്കുവാണ്. അച്ഛമ്മയോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. പനി കുറഞ്ഞോ, എങ്ങനെയുണ്ട്, മരുന്നൊക്കെ മേടിച്ച് കുടിച്ചോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. മാളിക്കുട്ടി ഇവിടെ മുറി പണിതിട്ട് ഇവിടെ കിടന്നോണം, ഇവിടെ നിന്നോണം, ഇതൊക്കെ മാളിക്കുട്ടി പറയുന്നത്. ഒരാഴ്ച നിൽക്കണം, 2 ആഴ്ച നിൽക്കണം. അച്ഛമ്മ ക്ഷീണിച്ചു പോയി, മുഖമൊക്കെ ചൊട്ടിപ്പോയി. എന്നാലും കുറഞ്ഞു, നല്ല പോലെ. ഞാൻ ഓർത്ത് ഭയങ്കര ക്ഷീണമായിപ്പോയായിരുന്നു. ആണോ? എല്ലാവരും മരുന്നൊക്കെ മേടിച്ച് തന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മാറി. മക്കളെല്ലാം തെരുതരേന്ന് വിളി അച്ഛമ്മേനെ. ഇവിടെ വന്ന് ഇരുന്നിട്ട് തന്നെ ഇപ്പം 3-4 കോള് വന്നു. അതെ, ബിസി ഗേളാ അല്ലേ കൊച്ചേ? അടുത്ത മഴ. ഇന്നിവിടെ മഴ തന്നെയാ കേട്ടോ, ഒരു രക്ഷയില്ല. രാവിലെ തൊട്ട് ന്യൂനമർദ്ദം വന്നാ പറഞ്ഞേ. 5-6 ദിവസം കാണുമായിരിക്കും. ന്യൂനമർദ്ദം വന്നാ പറഞ്ഞത് TV-യിൽ. മഴയില്ല എന്റെ കൊച്ചേ, ഒന്നും ചെയ്തില്ല. കഞ്ഞിയൊക്കെ വെക്കണം. ഞാൻ പനിച്ചു കിടന്നിട്ട് ഒന്നും ചെയ്തില്ല. അച്ചമ്മയ്ക്ക് പനിയായതുകൊണ്ട് വീട്ടിലൊരു പണിയും ചെയ്തില്ലെന്ന് അച്ചമ്മ പറയുന്നത്. ഇനി ചെന്നിട്ട് വേണം അച്ചമ്മയ്ക്ക് ചോറൊക്കെ അല്ല കഞ്ഞി അല്ല അരി അടുപ്പിടാൻ. ഞങ്ങളുടെ പൂവെല്ലാം കണ്ടോ അച്ചമ്മ തളർന്ന് നിൽക്കുന്നേ? അപ്പടി പോയി മഴ കൊണ്ട്. അച്ചമ്മ വർത്താനമൊക്കെ പറഞ്ഞു, ചോറൊക്കെ ഊണ് കഴിഞ്ഞ് പോവുക കേട്ടോ. അതെ അതെ, അവനോണ്ട് അച്ചമ്മയോട് എന്നേലും പറഞ്ഞോണ്ടേ ഇരിക്കുള്ളൂ. അവനിവിടെ ഇല്ലാത്തതുകൊണ്ട് വരുമ്പോഴത്തേക്കും അത് ഇതും പറയാത്തതുകൊണ്ട് അവിടെ അനക്കമില്ല. വീടിറങ്ങിപ്പോയി അല്ലേ? വീടിറങ്ങിപ്പോയി. അവൻ അങ്ങനെയാ. അച്ചമ്മ രാമായണം വായിച്ചോണ്ടിരുന്നോണം, ഇത് ചെയ്തോണ്ടിരുന്നോണം, ഇത് ചെയ്തോണ്ടിരുന്നോ. അച്ചമ്മ പണി ചെയ്യുന്നതിന് അവൻ എപ്പോഴും വഴക്ക് പറയും കേട്ടോ. ഒന്നും ചെയ്യണ്ട, രാമായണമൊക്കെ വായിച്ചോണ്ടിരിക്കണം, പ്രായമായില്ലേ എന്നൊക്കെ ചോദിക്കും അവൻ. അയ്യോ, ഇനി ഓടി വരാൻ പറ്റിയല്ലോ കേട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞേ വരുള്ളൂ. ആണോ? നടുവും പുറത്തുനിന്നും കാലും എല്ലാം വേദനയാ. ഒട്ടും നടക്കത്തില്ലെന്ന് പോവുക. ശ്വാസം മുട്ടലായി വരുവാണേ. പ്രായമായ അച്ചമ്മേ? പ്രായമായില്ലേ. ഞാനായിട്ട് ഇത്ര ഇറങ്ങും പരിചയം നിങ്ങളെയൊക്കെ കാണാൻ കയറി വരുന്നത്. അതെ. എന്നാ പരിപാടി രണ്ടുപേരും കൂടെ? പപ്പ മുട്ട പാക്കിങ് ചെയ്യുന്നു. അടുത്തുള്ള ചേട്ടൻ അജിച്ചേട്ടനെ കുറച്ച് മുട്ട വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കൊടുക്കാനായിട്ടുള്ള എണ്ണയൊക്കെ ഞാൻ വെക്കുക. എൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്ക് തീറ്റ കൊടുക്കുക, കോഴിക്ക് വെള്ളം കൊടുക്കുക, കോഴിക്ക് പിന്നെ പുല്ല് പറിച്ചിട്ട് കൊടുക്കുക, മുട്ട എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവെക്കുക. മുട്ട ഞാൻ കഴിക്കുകയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്യും. പിന്നെ മുട്ട എണ്ണുന്നത് കൊടുക്കുന്നതൊക്കെ മോളമയാണ്. ഇന്നിപ്പം ഞാൻ സഹായിച്ചേക്കാന്ന് വെച്ചു, കാരണം അവള് പച്ചക്കറി അരിഞ്ഞോണ്ടിരിക്കും. നമുക്ക് അച്ഛമ്മ കൊണ്ടു തന്നെ കേട്ടോ. 2 ദിവസം മുമ്പ് കൊണ്ടു തന്ന ഇത് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. അന്നേരം വൈകിട്ട് തന്നെ ഇത് തോരൻ വെച്ചേക്കാൻ നിർത്തോണ്ട. ചെറുതായിട്ട് വാടാനൊക്കെ തുടങ്ങി. കുട്ടാ, നമുക്കെന്നാ വിട്ടാലോ? അതെ, പാവയ്ക്ക നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? എനിക്കിഷ്ടം. ഇഷ്ടമല്ലായിരുന്നു,
ഇപ്പം ഞാൻ പപ്പായ്ക്ക് ഇഷ്ടമല്ല, പക്ഷെ ഞങ്ങളതങ്ങ് തിന്നും. ഞങ്ങളുടെ കൂടുതലായിട്ട് ഞാൻ കഴിക്കും അത് വാരി കഴിക്കും. ഇഷ്ടമില്ലാത്ത എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കാതെ വിടുക. കാരണം ഇഷ്ടമില്ലാത്ത സാധനങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കിയാൽ നമുക്ക് ശരീരത്തിന് വേണ്ട സാധനങ്ങളൊന്നും പോഷകങ്ങൾ കിട്ടുകയില്ല. അപ്പം മാംസാഹാരം ഞാൻ കുറച്ചല്ലോ, കുറേ 2 മാസം മിച്ചമായി. ഒരുപാട് മാംസം അങ്ങനെ കഴിക്കുകയില്ല. അപ്പം ഇങ്ങനെ വെജിറ്റബിൾ, പച്ചക്കറി, കൂടുതലും മീൻ കൂട്ടും കേട്ടോ. മീനാണ്. മീൻ കൂട്ടും, പിന്നെ പാല് കുടിക്കും. കോഴിയൊക്കെ മേടിക്കും. പോത്തിനോടൊക്കെ പപ്പായ്ക്ക് ഇഷ്ടമാണ് പോത്ത്. പക്ഷെ ഡോക്ടർ പറഞ്ഞുകൊണ്ട് അതൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കുക. അപ്പം നമ്മുടെ ഇവിടെ ചെറിയ ചാറ്റൽ മഴയുണ്ട്. തമിഴ്നാട്ടിലൊക്കെ ന്യൂനമർദ്ദത്തിൻ്റെ മഴയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വാങ്ങലായിട്ട് നേരം വെളുത്തപ്പോൾ തുടങ്ങി ചലനം പിന്നെ പെയ്തുകൊണ്ടിരിക്കുക. വൈകിട്ടായപ്പോഴത്തേക്ക് ശാല ശക്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു 3:45 കഴിഞ്ഞ് വാർത്ത കേട്ടുകൊണ്ടിരുന്നപ്പോൾ, 3:45 4 മണിയായിരുന്നു വാർത്ത കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു സങ്കടകരമായ ഒരു വാർത്ത കേട്ടു. പാലക്കാട് പനയമ്പാടം എന്ന് പറയുന്ന സ്ഥലത്ത്, വേറൊരു സ്ഥലം കൂടി, അതിൻ്റെ വേറൊരു പേരൂടെ ഉണ്ട്. പനയമ്പാടം എന്ന് പറയുന്ന സ്ഥലത്ത് സ്കൂള് വിട്ട്, അതായത് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ 4 പെൺപിള്ളേർ ലോറിയുടെ അടിയിൽപ്പെട്ട്, അതായത് ലോറി തെന്നിമറിഞ്ഞു. അങ്ങനെ ആ 4 പെൺപിള്ളേർ ദാരുണമായി അവർക്ക് അന്ത്യം സംഭവിച്ചു. അതൊരു ഭയങ്കര, നമുക്ക് കണ്ടിരിക്കാൻ പറ്റില്ല. ആ ലോറിയുടെ അടിയിൽ അവർ കിടക്കുന്ന ഒരു സിമെന്റ് കയറ്റി വന്ന ലോറിയാണ് അത് ഇവരുടെ പുറത്തേക്ക് മറിയുമായത്. അപ്പം ഇതിനടിയിൽ കിടക്കുന്ന പിള്ളേരുടെ ശരീരഭാഗങ്ങൾ കാണാം ഓടിക്കൂടിയവർക്ക്, പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. പിന്നെ ട്രെയിനൊക്കെ വന്ന് JCB ഒക്കെ വന്നതിന് ശേഷമാണ് അതിനടിയിൽ നിന്ന് പിള്ളേരെ എടുക്കാൻ. അപ്പൊ അഥവാ ജീവനുണ്ടോ തന്നെ ഇതെല്ലാം മാറ്റി എടുക്കുമ്പോഴത്തേക്കും പോകും. അപ്പൊ അതൊരു വലിയ കാരണമായ ഒരു മോളെയാന്ന് തോന്നുന്നു, മോളേന്ന് വിളിച്ച് ആ ലോറിക്ക് ചുറ്റും കിടന്ന് കാറിക്കൊണ്ട് ഓടുന്ന. ഞാൻ നേരെ TV ഓഫാക്കി. അപ്പൊ അത് അതിഭയങ്കരമായ ഒരു സംഭവമായി പോയി. 4 കുടുംബത്തെയാണോ 2 കുടുംബത്തെയാണോ ഒന്നും അറിയില്ല, ഒരു കുടുംബത്തെയാണോ ഒന്നും അറിയില്ല. അതേപ്പറ്റി ഞാൻ ശ്രദ്ധിച്ചില്ല. എന്തായാലും ആ കുഞ്ഞുങ്ങൾ ഭാവിയിൽ ഒരു 5-6 വർഷം കൂടെ കഴിഞ്ഞാൽ 4 കുടുംബിനികളാകേണ്ടതാണ് അല്ലേ. ഭയങ്കര സങ്കടകരമായ, എത്ര വലിയ നിലയിൽ എത്തേണ്ട പിള്ളേരല്ലേ. അങ്ങനെ ഒരു കൊച്ചിനും ഗുരുതരമായ പരിക്കുമുണ്ട്. അപ്പം അതുങ്ങള് പരീക്ഷ കഴിഞ്ഞ് അതുങ്ങൾ വീട്ടിലേക്ക് പയ്യെ നടന്നതാണ്. റോഡ് പണിയിൽ അപാകത ഉണ്ടോ, അവിടെ അപകടം ഉണ്ടാവുമോ, വരുന്ന ലോറിയിലെ ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടോ, ഇതൊന്നും അതുങ്ങൾക്കറിയാം. അതുങ്ങള് സ്കൂൾ വിട്ട് അതുങ്ങളെ വീട്ടിലേക്ക് സന്തോഷമായിട്ട് വർത്തമാനം പറഞ്ഞ് നടന്ന് നീങ്ങിയ കുഞ്ഞുങ്ങളാണ്. അങ്ങനെ ഒരു ദുഃഖകരമായ ഒരു സംഭവം ഉണ്ടായി. എന്തായാലും അവരുടെ വീട്ടുകാരുടെ എല്ലാം മനസ്സിന് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ആ മരിച്ചുപോയ കുഞ്ഞുങ്ങൾക്ക് അത് കണ്ടിരിക്കാൻ എനിക്ക് പറ്റിയത്. ഞാൻ ഒരു 10 മിനിറ്റ് അടുത്ത് ഞാൻ കണ്ടു. അപ്പം ഞാൻ വേറൊരു ചാനൽ വെച്ചപ്പോൾ അതിലും അത് തന്നെ. പിന്നെ ലോറി പൊക്കുന്നതും സിമെന്റ് ആയിരുന്നു, അത് ചാക്കൊക്കെ കിട്ടൊക്കെ വെട്ടിക്കളഞ്ഞിട്ടാണ് ലോറി പൊക്കുന്നത്. അതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് സംഗതി ഞാൻ TV നിർത്തുമായിരുന്നു. അത് സങ്കടകരമായ ഒരു കാഴ്ചയായി. സന്ധ്യ സമയത്ത് TV വെച്ചപ്പോലെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാന്നാ പറഞ്ഞത്. എന്നാ പറഞ്ഞാലും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി പോയി. സന്തോഷമായിട്ട് മഴയൊക്കെ ആണെങ്കിൽ എന്നൊരു കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ 2 പേരും കൂടി ഇരുന്നതാ. സങ്കടം നിറഞ്ഞൊരു വാർത്തയും കേട്ടു. അപ്പം നമുക്ക് അവരുടെ അൽഫാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. പിഞ്ചു കുഞ്ഞുങ്ങൾ ഒന്നും അറിയില്ല, എന്നെ പോലെ തന്നെ അല്ലേ. മോളെയൊക്കെ പ്രായം 2 മോളെ കഴിഞ്ഞ് 1-2 വയസ്സൊക്കെ. അച്ഛനമ്മമാർ എന്ത് പ്രതീക്ഷയോടെ ആയിരിക്കും കാത്തിരിക്കുന്നത്. അതും അവരിത് വല്ലതും അറിയുന്നു. അവർ സന്തോഷിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ക്രിസ്മസിന്റെ ഈ പരീക്ഷ കഴിഞ്ഞ് ക്രിസ്മസിന്റെ അവധിയൊക്കെ കിട്ടും, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അവർ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോവുക. ആ സമയം 1 സെക്കൻഡ് കൊണ്ട് ലോഡ് കയറ്റി വന്ന ഒരു ലോറി അവരുടെ പുറത്തേക്ക് മറിയുന്നു. എന്തോ അല്ലേ. എന്നെ ഇപ്പൊ വൈകിട്ട് അമ്മ ഞാൻ ഇവിടെ വരുമ്പോ ഞാൻ എന്നൊരു ഞങ്ങളെ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞ് സ്കൂള് വിട്ട് ഞാൻ 5 മണിക്ക് മുന്നേ 4:45 ആകുമ്പോ ഇവിടെ വരും കേട്ടോ. അപ്പം ഒരു 5 മിനിറ്റ് താമസിച്ച അന്നേരം ഞാൻ വഴിയിൽ നടക്കാൻ തുടങ്ങും. എന്നാ താമസിച്ചേ, എന്നാ പറ്റി, മുഖം വല്ലതും ഡള്ളായിട്ടിരിക്കുവാണെ ചോദിക്കും എന്നാ ഒരു മാറ്റം, എന്നാ പറ്റി, എന്തോ ഉണ്ടല്ലോ എൻ്റെ കൊച്ചിങ് വന്നേന്ന് പറഞ്ഞ് കാര്യങ്ങളെല്ലാം തിരക്കും. അതല്ലേല് അമ്മ എന്നും വൈകിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി എൻ്റെ കൊച്ചു വിശന്നാണല്ലോ എന്ന് ഓർത്ത് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ വന്നില്ലേ,
ഉണ്ടാവുന്ന വിഷമം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതുപോലെ അവസ്ഥ തന്നെ ആയിരിക്കും കുഞ്ഞുങ്ങളുടെ അവസ്ഥ. ദൈവമേ, ഓർക്കാൻ കൂടെ വയ്യ. ആ സ്ഥലപ്പേര് കരിമ്പ. ഞാൻ പോയിട്ടുള്ള സ്ഥലം കരിമ്പ, പനയമ്പാടം എന്ന് പറയും. കരിമ്പ സ്കൂളിലെയാണ് പിള്ളേരാ മരിച്ചത്. പാലക്കാട് കരിമ്പ. ദുഃഖകരമായൊരു സംഭവമായി പോയി. അതിനുശേഷം വരുമ്പോഴത്തേക്ക് എണ്ണി കൊടുക്കണം. നമ്മുടെ ഇങ്ങോട്ടുള്ള ലൈൻ വെള്ളം ഓപ്പറേറ്ററാണ്. അപ്പോൾ പുള്ളി 10-15 മുട്ട ചോദിച്ചായിരുന്നു. പുള്ളിക്ക് അത് കൊടുക്കാം. ഇത് 10-20 ആ, 20 മുകളിലുണ്ട്. അപ്പൊ അതിന്റെ സാമ്പത്തികവും കാര്യങ്ങളൊക്കെ മോളമ്മ കൃത്യമായിട്ട് മേടിച്ചോളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഗരം മസാലയുടെ ഓർഡർ കിട്ടിയായിരുന്നു. അപ്പൊ അത് പൊടിക്കാനായിട്ട് ഞാനിപ്പം പോയി മേടിച്ചോണ്ട് വന്നു. ഇത് മാത്രം നമ്മൾ മേടിച്ചാൽ മതി. മറ്റേ സാധനങ്ങളൊക്കെ നമ്മുടെ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ ഇവിടെ ഗ്രാമ്പൂവ്, തക്കോലം ഇരിപ്പുണ്ട്, ഗ്രാമ്പൂ ഇരിപ്പുണ്ട്, കറുവാപ്പട്ട നമ്മുടെ നാട്ടിലെ ചെത്തി ഉണങ്ങിയത് ഇരിപ്പുണ്ട്. അപ്പൊ അതൊക്കെ ചേർത്ത് മോളമ്മ അതിന്റെ ചേരുവകളെല്ലാം മേമ്പടി ചേർത്ത് മോളമ്മ എൻ്റെ കൈ തരും. വറുത്തത് അടുപ്പ വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് മോളമ്മ എൻ്റെ തരും. അത് മിക്സിയിൽ പൊടിക്കുക എന്നുള്ളത് എൻ്റെ ദൗത്യമാണ്. അത് പാക്ക് ചെയ്യുക എന്നുള്ളതും എന്റെ ദൗത്യമാണ്. അഡ്രസ് എഴുതി ഒട്ടിക്കുക എന്നുള്ളത് എന്റെ ദൗത്യം. അത്യാവശ്യം ഇംഗ്ലീഷ് എഴുതാൻ നല്ല വശമായതുകൊണ്ട് അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എന്നെ കൊണ്ട് കൊച്ചെഴുതിക്കാറില്ല. അതിനിപ്പോ അതിനല്ലേ മോളുള്ളത്. മോള് പോയി കഴിയുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? അമ്മ എഴുതും. മോളെ അത്യാവശ്യം എഴുതുന്നുണ്ടോ? നേരത്തേക്ക് നിന്നെ ഞാൻ എഴുതാൻ പഠിപ്പിക്കും. ഇംഗ്ലീഷൊക്കെ അങ്ങനെ ഒരു 2-3-4 മാസം. അതെ, ഞങ്ങളിപ്പോ പേരൊക്കെ എഴുതിയ ചിലപ്പോ മാറിപ്പോയതൊക്കെ ഇരിക്കും അല്ലേ. ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ. പിന്നെ ശ്രീകുട്ടൻ അവിടുത്തെ കുറച്ച് കാര്യങ്ങളും അവൻ്റെ സന്തോഷങ്ങളും വിശേഷങ്ങളും അവൻ്റെ കോളേജും കാര്യങ്ങളും എല്ലാം ഇങ്ങോട്ട് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തും അല്ലേ. അവനെ കണ്ടിട്ട് ഒരുപാട് കാലമായെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നും ശ്രീകുട്ടൻ എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു ഇന്നലെയും കമന്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നമുക്ക് സമയം കിട്ടില്ല. കൊച്ചിനും ഈ പറയുന്ന പോലെ പരീക്ഷയൊക്കെയാണ്. അപ്പോൾ അവൾക്കും ഓവറായിട്ട് ടെൻഷൻ കൊടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ വീഡിയോ എടുത്തില്ല. കാരണം എടുത്തു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ അധികം സമയം വേണ്ടായെങ്കിലും അത് എഡിറ്റിങ്ങും മറ്റു പരിപാടിയും എല്ലാം വരുമ്പോൾ കൊച്ചിൻ്റെ പഠിത്തത്തിൽ സമയം. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ നമ്മൾ വീഡിയോ എടുത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ഇല്ലായിരുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ. അതെ, അപ്പൊ എല്ലാരും എൻഡിങ്ങും കൂടെ പറഞ്ഞേക്ക്. നമ്മുടെ ഈ പാവയ്ക്ക തോരനൊക്കെ കൂട്ടി നമ്മള് ഇന്ന് കഴിക്കാൻ പോവാണ്. കഞ്ഞിയൊക്കെ കുടിച്ച് കിടക്കും. പിന്നെ നമ്മൾ പൊന്നു വിളിക്കുന്നുണ്ട്. അവള് സുഖമായിട്ടിരിക്കുന്നു. പൊന്നിന് നിരന്തരം ഡ്യൂട്ടിയാ കേട്ടോ. അതുകൊണ്ട് അവള് വീഡിയോ ഒന്നും എടുക്കാത്ത. എല്ലാവരും എന്നോട് വിളിച്ചപ്പോൾ ചോദിക്കുന്നുണ്ട്, പൊന്നു എന്നെ ഇപ്പം വീഡിയോ ഒന്നും എടുത്ത് ഇടാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അവൾക്ക് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ 1-2 ദിവസം ലീവ് കിട്ടിയാൽ പിന്നെ അവൾക്ക് തുണി അലക്കാനുണ്ട്, ചോറും കറിയൊക്കെ വെക്കണം, മറ്റു കാര്യങ്ങളും അടുപ്പിപ്പറക്കും എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. എന്നാൽ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. ടാറ്റാ.